നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അനന്തങ്കാട്. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയാണ് അനന്തങ്കാട്. ഇതിൽ മുരളി ഗോപി അഭിനയിച്ചിരിക്കുന്നു. കൂടെ ഇന്ദ്രൻസ്, അപ്പാനി ശരത്ത്, പിന്നെ നായക കഥാപാത്രമായിട്ട് തമിഴ് താരം ആര്യയും ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്. എമ്പുരാന് ശേഷം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ വരുന്നൊരു സിനിമയാണ് അനന്തങ്കാട്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു മുരളി ഗോപിയുടെ സ്റ്റൈലുള്ളൊരു സ്ക്രിപ്റ്റ് വർക്കായാലും സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലായാലും സിനിമാറ്റോഗ്രാഫി ആയാലും പിന്നെ സംവിധാനമായാലും ഏതൊരു രീതിയിൽ നോക്കിയാലും എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ കഥയിലോട്ട് കടന്നാൽ ഒരു IG-യുടെ ഒരു മകളുടെ വിവാഹ സൽക്കാരത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അതിൽ തുടർന്നുണ്ടാകുന്ന ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു 1980-89 കാലഘട്ടത്തിലുള്ളൊരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഇതിൽ ആര്യ ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം വെട്രി, അതൊരു തമിഴ് പുലിയുടെ ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി കേരളത്തിൽ വരുന്നതും പിന്നെ അനന്തങ്കാട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പഴയ നാമധേയമാണ് അനന്തങ്കാട്. അപ്പോൾ ഇതിൽ ചെങ്കച്ചുള എന്നൊരു കോളനിയാണ് ഇതിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത്. ചെങ്കച്ചുള കോളനി നിവാസികളായ മുരളി ഗോപി, അപ്പാനി ശരത്ത്, ഇന്ദ്രൻസ്, ദേവമോഹൻ, ഈ 4 പേരുടെ കഥാപാത്രത്തിലാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഇവരൊരു ഗുണ്ടകളാണ്, കൂടെ പാട്ടുകാരുമാണ്. പിന്നെ ഇത് തുടർന്നുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് 1989 നടന്ന ചെറിയൊരു പൊളിറ്റിക്സൊക്കെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഫിക്ഷനായിട്ടാണെങ്കിലും ആ കാലത്തുള്ള മുഖ്യമന്ത്രിയെ നമ്മൾ ഓർമ്മിച്ചു പോകും. പിന്നെ ഇതിൽ സ്ത്രീ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് 2 പേരാണ്. ഒന്ന് നിഖില വിമൽ, പിന്നെ ശാന്തി ബാലചന്ദ്രൻ. 2 പേരുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഒരു ചെറിയ വിവാദപരമായ ടോപ്പിക്കാണ് മുരളി ഗോപി ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനി എത്രത്തോളം പ്രേക്ഷകരിലോട്ട് എത്തും എന്നറിയത്തില്ല. ഇത് ഞാൻ സിനിമ കാണാൻ പോയപ്പോൾ തന്നെ ഫസ്റ്റ് ഷോ ഫുള്ളായിരുന്നു. പിന്നെ നെക്സ്റ്റ് അടുത്ത വരുന്ന ഷോയ്ക്ക് ആൾ കുറവായിരുന്നു. മെയിൻലി ഇതിൻ്റെ ഒരു ട്രെയിലർ കട്ട് പൊതുവെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രതീക്ഷയും കൂടാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പക്ഷെ എന്നിരുന്നാലും എന്നെ തൃപ്തിപ്പെടുത്തി. ഞാൻ കൊടുത്ത ഒരു പൈസയ്ക്ക് സിനിമ എന്നെ തൃപ്തിപ്പെടുത്തി എന്ന് വേണം എനിക്ക് പറയാൻ. മൊത്തത്തിൽ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആര്യ വെട്രി എന്നുള്ളൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. ആര്യയുടെ ആക്ഷൻ സീൻസും സംഭവമൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിൽ സമയത്തുള്ളൊരു ആക്ഷൻ രംഗമുണ്ട്. പിന്നെ കൂടാതെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇന്ദ്രൻസിൻ്റെ ഒരു കഥാപാത്രമാണ് കൃഷ്ണൻകുട്ടി എന്നുള്ളൊരു കഥാപാത്രം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് കൃഷ്ണൻകുട്ടി ഇതിൽ വരുന്നത്. കൃഷ്ണൻകുട്ടിയുടെ ഒരു കഥാപാത്രം അതിഗംഭീരമായിട്ട് ഇന്ദ്രൻസ് ചെയ്തിട്ടുണ്ട്. ഒരു 1-2 മാസ് ഡയലോഗും ഉണ്ട്, 1-2 മാസ് ഡയലോഗ്സും ഉണ്ട്. തിയേറ്ററിലുള്ള പ്രേക്ഷകരെ കൈയടിപ്പിക്കാൻ ഇന്ദ്രൻസിന് സാധിച്ചിട്ടുണ്ട്. കൂടെ മുരളി ഗോപിയുടെ ഡയലോഗ് ഡെലിവറി ആയാലും, മുരളി ഗോപി തങ്കരാജ് എന്നൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. തങ്കണ്ണൻ എന്നാണ് ഈ സിനിമയിൽ എല്ലാവരും വിളിക്കുന്നത്. ഒരു ചെങ്കച്ചുള്ളയിലെ ഒരു ഗുണ്ടാ സെറ്റപ്പാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മുരളി ഗോപി. പിന്നെ അപ്പാനി ശരത്തിൻ്റെയും ദേവമോഹൻ്റെയും ക്യാരക്ടർ ഇരുവരും വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ റോള് ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിൽ അവരുടെ ഒരു റോള് ഡയറക്ടർ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ലോക്നാഥാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ ഒരു ക്രൗഡഡ് മ്യൂസിക് പോലെയൊക്കെ തോന്നി, എന്നാലും തിരക്കേടില്ല, നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് യുവയാണ്. സിനിമാറ്റോഗ്രാഫിയും കിടലായിട്ടുണ്ട്. കൂടാതെ VFX വർക്ക്സ് എല്ലാം നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് പൊതുവേ ഒരു പൊളിറ്റിക്കൽ സ്റ്റൈൽ സ്റ്റോറി ഇഷ്ടം കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിനി തിയേറ്ററിൽ എത്രത്തോളം പ്രേക്ഷകരിലോട്ട് എത്തും എന്നുള്ളത് എനിക്ക് വളരെ ഡൗട്ടാണ്. അതിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.